ഗവൺമെൻറ് 2016 2014 വിലയിൽ നിന്നും മാർക്കറ്റ് വിലയിൽ നിന്ന് 26% വില കുറച്ച് സപ്ലൈകോയിലെ 13 ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. 2016 LDFിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമനുസരിച്ച് 5 വർഷക്കാലം ആ വിലയിൽ മാറ്റം വരുത്തില്ല എന്ന് തീരുമാനിക്കുക. അത് ഇപ്പോഴും തുടരുകയാണ്. 10 വർഷമായി ആ വിലയിൽ, 10 വർഷത്തിന് മുമ്പുള്ള വിലയിൽ തുടരുകയാണ്. നിങ്ങളെല്ലാം ഈ കഴിഞ്ഞ കുറേ നാളുകളായി റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ സപ്ലൈകോ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടമാണ് ഈ അടുത്ത നാളുണ്ടായത്. പല രൂപത്തിലുള്ള പരിഹാരം അതിനനുസരിച്ച് വിദഗ്ധരായിട്ടുള്ള ഒരു സമിതി രൂപം കൊടുത്ത് ആ സമിതിയുടെ റിപ്പോർട്ട് കൂടെ വാങ്ങി. നിങ്ങളെല്ലാം അറിയേണ്ടത് 2011-14 ആ പീരീഡിലെ ഗവൺമെൻറ് അടക്കം അവശ്യ സാധനങ്ങൾക്ക് മാർക്കറ്റ് വിലയിൽ നിന്ന് 10% വില കുറച്ചാണ് സപ്ലൈകോ കടയിലൂടെ നൽകാൻ തീരുമാനിച്ചത്. അരിക്ക് മാത്രമാണ് 15 മുതൽ 20 വരെ ശതമാനം വില വ്യത്യാസത്തിൽ നൽകാൻ വേണ്ടി തീരുമാനമെടുത്തിരുന്നത്. മുൻപ് സപ്ലൈകോ രൂപം കൊടുത്ത നാൾ മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ മാർക്കറ്റ് വിലയിൽ നിന്നും ഒരു ചെറിയ ശതമാനത്തിൻ്റെ വില വ്യത്യാസത്തിലാണ് ജനങ്ങൾക്ക് വില വർധനവ് അധികം ബാധിക്കാതെ, പ്രയാസപ്പെടുത്താത്ത തരത്തിൽ അവശ്യ സാധനങ്ങൾ നൽകാൻ വേണ്ടി തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് 2016 മാർക്കറ്റ് വിലയിൽ നിന്ന് 26% വില വ്യത്യാസം തീരുമാനിച്ചെങ്കിൽ ഇന്നലത്തെ മന്ത്രിസഭ മാർക്കറ്റ് വിലയിൽ നിന്ന് 35% വില കുറച്ച് ജനങ്ങൾക്ക് 13 നിത്യോപയോഗ സാധനങ്ങൾ നൽകാനുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്.